കുടിവെള്ളമില്ല, ശുചിമുറിയില്ല. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ 6 മണിക്കൂർ ക്യൂ. 12 മണിക്കൂർ കൂടുതൽ നിർത്തിയതായി പരാതിയുമായി അയ്യപ്പ ഭക്തർ. എന്നാന്നറിയോ, ശുചിമുറി, ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അതവിടെ കൂടുതൽ വേണം. കാരണം ഇത്രയും ജനങ്ങൾ തന്നെയാണ്, ഈ സീസണാണ്. അപ്പോൾ ഇത്രയും ഒരു സീസണിൽ മാത്രമാണ് ഇവിടെ വരുന്നത്. പക്ഷെ അവരുടെ സീസണിൽ മാത്രമാണ് ഇത്ര തിരക്ക് അനുഭവപ്പെടുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യുന്നത്? ആ കാശും കെട്ടിപ്പിടിച്ചിരിക്കുമോ? അത് ഇനി അടുത്ത സീസൺ വരാറാകുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി വയ്ക്കണം. അത് നടത്തുമില്ല, ഒന്നുമില്ല. കാശ് തന്നെ കീശയിലാക്കി ഇട്ടിട്ട് ഇവരിങ്ങ് പോകും. അത് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് അരോചകമായിട്ട് തുടങ്ങി. ഇപ്പോൾ ആ സ്വർണ്ണ കേസ് വന്നതോടുകൂടി ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു തുടങ്ങി. ഇത് നാളൊരു അയ്യപ്പ ഭക്തനോട് എങ്ങാണ്ട് പറയുകയാണ്, ഞാൻ ശബരിമലയിലേക്ക് വന്നില്ല എന്ന്. കാരണം കഴിഞ്ഞാൽ അത്രയ്ക്ക് രീതി ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവർ തന്നെ വികാരം നോക്കി പറയേണ്ട ഗതികേടായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഇവർ? ഇനിയെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഇതൊക്കെ അടുത്ത സർക്കാർ വരുമെന്ന് തോന്നുന്നു, വൃത്തിയാക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് കൂടുതലൊക്കെ മോഷണം പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായിരുന്നാലും ഇപ്പോൾ ഒരു ശുദ്ധികലശ ആവശ്യമാണ്. ആ ശുദ്ധികലശം നടത്തി ഇനി അടുത്ത സീസണിലേക്ക് നല്ല സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് സർക്കാർ കയറിയാൽ എത്രയും പെട്ടെന്ന് ആ സൗകര്യങ്ങളൊക്കെ കണക്കിലെടുത്ത്, ഇപ്പോൾ ശബരിമല വിഷയമാണ് മുന്നായിട്ട് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ UDF അടുത്ത വർഷം ഉറപ്പിച്ചു. എന്ത് കഴിഞ്ഞാലും ഇനി ഏറ്റവും ആദ്യം കറക്റ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട ശബരിമലയിലുള്ള ഒരു രീതിയാണ്. അത് ഇത്രയും ശുചിമുറി വേണം. അതായത് അടുത്ത വർഷം അയ്യപ്പഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകാതെ ഉള്ള കുടിവെള്ളങ്ങൾ, അതെല്ലാം ഇനിയുള്ള സർക്കാർ ചെയ്ത് കൊടുക്കണം.